ഇത് കൃത്യമായിട്ടുള്ള ഈ ബി.ജെ.പി കൊടുത്തിരിക്കുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ ചെയ്യുവോ? ബലാത്സംഗികളുടെ ഗവൺമെന്റ് അല്ലാതെ എന്താ? ബലാത്സംഗികളുടെ ഗവൺമെന്റ് അല്ലാതെ എന്താ? നിങ്ങൾ ബലാത്സംഗികളുടെ വക്താക്കന്മാരാണ്. പറയാൻ പറ്റില്ല. വ്യക്തികളെ കുറിച്ചിട്ട് പറയും. നിങ്ങൾ വ്യക്തികളെ കുറിച്ചിട്ട് പറയുന്നത് രാജു നായർ മഹാത്മാഗാന്ധിയെ ഞാൻ രാഷ്ട്രപിതാവ് എന്നല്ല രാജ്യത്തിന്റെ അച്ഛൻ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുക. അതാണ് നല്ല മലയാളം എനിക്ക് തോന്നി. അപ്പോൾ രാഷ്ട്രപിതാവിനെ, രാജ്യത്തിന്റെ പിതാവിനെ, രാജ്യത്തിന്റെ അച്ഛനെ വെടിവെച്ച് കൊന്ന പിതൃഘാതി, അച്ഛനെ കൊന്ന ഗോഡ്സേക്ക് ആരാധനയുള്ള നാടാണല്ലോ ഇത്. അപ്പോൾ അവിടെ ജന്തർ മന്ദറിൽ കൂടിയിരിക്കുന്ന കുട്ടികളെ, കൊച്ചുമക്കളുടെ പ്രായമുള്ളവരാണെങ്കിൽ കൂടിയും ഇതുപോലെ കൂട്ടത്തോടെ വെടിവെച്ച് കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്ന നൂറുകണക്കിന് ആളുകൾ കേരളത്തിൽ തന്നെ ഉണ്ടാവുന്നേ ഇല്ലെന്ന് ആർക്കാ? പക്ഷേ അത് പുറത്തു പറയാനുള്ള ഒരു ഒഡാസിറ്റി, ഒരു പുറത്തു പറയാനുള്ള ഉളുപ്പില്ലായ്മ കാണിച്ച ഒരുത്തൻ അത് പറഞ്ഞിട്ട് അത് മാത്രമാണോ? റേപ്പ് മോങ്കറിങ് നടത്തിയ മഹാവൃത്തികേട് പറഞ്ഞ കൊച്ചുമക്കളുടെ പ്രായമുള്ള പിള്ളേരോട് മഹാവൃത്തികേട് പറഞ്ഞ ഒരുത്തൻ അത് പറഞ്ഞതിന് അന്ന് വീട്ടിൽ കിടന്നുറങ്ങുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് വീട്ടിൽ കിടന്നുറങ്ങുന്നു. മൂന്നാം നാൾ വീട്ടിൽ കിടന്നുറങ്ങുന്നു. ഈ രാത്രിയും വീട്ടിൽ കിടന്നുറങ്ങുന്നെങ്കിൽ നമ്മൾ കേരളം എന്ത് കാര്യം? ശ്രീ രാജു നായർ തൂക്കിവാരി അകത്തിടണ്ടേ? നോക്കൂ, അതിനുള്ള കേസ് എടുത്തിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും അതിന് ആ പരാതി വന്നതിന് ശേഷം അതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് കേസെടുത്തു. ആ കേസെടുത്തിട്ട് അതിൻ്റെ പ്രൊസീജിയർ മുന്നോട്ട് പോകും. ഇപ്പോൾ പ്രശ്നം ഇത് കേവലം ഈ പറയുന്ന വ്യക്തിയുടെ മാത്രമല്ല, മോഹൻദാസ് എന്ന് പറയുന്ന ഒരു വഷളൻ്റെ മാത്രമല്ല, ബി.ജെ.പിക്കകത്തുള്ള മുഴുവൻ ആൾക്കാരുടെയും RSSൻ്റെ മുഴുവൻ ആൾക്കാരുടെയും തീവ്രവാദികളുടെയും മനോഭാവമാണിത്. ഈ ഹിന്ദുത്വ തീവ്രവാദികളുടെ മനോഭാവമാണ്. അവർ സ്ത്രീകളെ നോക്കൂ, ഈ നിങ്ങളിപ്പോൾ കാണിക്കുന്ന വിഷ്വൽസ് ഉൾപ്പെടെ നോക്കൂ. സ്ത്രീകളെ, കുട്ടികളെ എങ്ങനെയാണ് ആ പോലീസ് കൈകാര്യം ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ജനാധിപത്യപരമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ നിയമത്തിൻ്റെ മാർഗത്തിൽ ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു നേതാവിന് ന്യായീകരിക്കാൻ കഴിയുമോ? നിങ്ങളിപ്പോൾ കാണിക്കുന്ന വിഷ്വൽസ് ഒന്നും കാണിച്ചു കൊടുക്കൂ. സ്ത്രീകളെ കടന്നുപിടിക്കുകയാണ്, അവരുടെ സ്വകാര്യ ഭാഗത്ത് ലാത്തിവെറ്റ് കുത്തുകയാണ്, വെറുതെ നിൽക്കുന്ന പെൺകുട്ടിയുടെ കരണക്കുറ്റിക്കടിക്കുകയാണ്. ഇത് കൃത്യമായിട്ടുള്ള ഈ ബി.ജെ.പി കൊടുത്തിരിക്കുന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ ചെയ്യുമോ? അതാണ് ഇവിടെ പ്രശ്നം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇവരുടെ രാഷ്ട്രീയം ഇതാണ്. ഇത്തരത്തിലുള്ള ഹെയ്റ്റ് മോങ്കറിങ് നടത്തിയാൽ, ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിച്ചാൽ അവർക്ക് കൂടുതൽ അംഗീകാരം കിട്ടും എന്നുള്ളതിന് തെളിവല്ലേ പ്രഹ്ലാദ് ജോഷി ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടിരിക്കുന്നത്? ഇതിലപ്പുറം വേറെ എന്തെങ്കിലും തെളിവ് ആവശ്യമുണ്ടോ? ഒരു ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന കുട്ടി, അവരെ ബലാത്സംഗം ചെയ്ത കൂട്ടബലാത്സംഗത്തിൻ്റെ പ്രതികളെ കോടതിയുടെയും അതുപോലെ തന്നെ മറ്റേ CBIയുടെയും എല്ലാം എതിർപ്പിനെ മറികടന്ന് അവർക്ക് ഇത് കൊടുക്കുകയാണ്, ശിക്ഷ ഇത് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്നതിനെ ന്യായീകരിച്ച ഒരു വഷളനെ ഈ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയാക്കി കഴിഞ്ഞാൽ ബലാത്സംഗത്തിലൂടെ ഇവർക്ക് ഹിന്ദുത്വം കൊണ്ടുവരാമെന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാരും വിഡ്ഢികളാണ് ഇവർ. അത് പുതിയ തലമുറയുടെയും പറ്റില്ല. ഇവരുടെ ഹിന്ദുത്വ രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം സ്ത്രീകളെ ലൈംഗികമായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ലൈംഗികമായി സ്ത്രീകളെ അധിക്ഷേപിക്കുക എന്നുള്ളതാണ്, അവരെ ആക്ഷേപിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഇന്നത്തെ ഹിന്ദുത്വ രാഷ്ട്രീയം. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ആയുധമാണിത്. ഇവർ ചിന്തിക്കണം, ഇവർ ഏത് തലമുറയിലാണ് ജീവിക്കുന്നത്, ഇവരേത് തലമുറ. നമ്മുടെ കുട്ടികളെ എന്താ ഇയാൾ പറയുന്നത്? രാഷ്ട്രീയം പറയണമെങ്കിൽ രാഷ്ട്രീയം പറയണം. നിങ്ങൾ തോന്നിവാസം പറയാനൊന്നും ഇത്തരത്തിലുള്ള ഈ രാജ്യത്തെ ഏറ്റവും വലിയ തീവ്രവാദികൾ കോൺഗ്രസ്സുകാരാണ്. രാജ്യത്തെ ഞാൻ പറഞ്ഞുതരാം, ഡോക്ടർ രാംപുനിയാനെ പോലെയുള്ളവർ ഈ പറയുന്ന എന്താണ് ഗ്ലോറിയസ് എപ്പോക്സ് ഓഫ് ഇന്ത്യൻ എന്നൊക്കെ പറഞ്ഞ് സവർക്കർ എഴുതിയതിൽ അതിനകത്ത് ഈ പറയുന്ന റേപ്പിനെ ടൂളാക്കി ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വിലയിരുത്തലാണ്. അത് കണ്ടെത്തപ്പെട്ട ഒന്നല്ല. താങ്കൾ പറയുന്നത് ആദ്യമായി ആരോപണമല്ല. ഡോക്ടർ രാംപുനിയാനി പറയുന്ന കാര്യം റേപ്പ് ആസ് എ പൊളിറ്റിക്കൽ ടൂൾ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ അത് അദ്ദേഹത്തിന് ആരോപണമാണ്. അങ്ങനെ വിശ്വസിക്കുന്ന കുറെ ആളുകൾ ഉണ്ടെന്നുള്ളത് അത് യാഥാർത്ഥ്യമാണെന്നില്ല. ഈ രാജ്യത്തെ നമ്മൾ പുസ്തകങ്ങളിലേക്കൊന്നും പോകണ്ട. ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മാണത്തിന്റെ ഏറ്റവും വലിയ ആയുധം ഉപയോഗിച്ചത് 2002-ലാണ്. ആ 2002 ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മാണത്തിന്റെ ഭാഗമായിട്ട് ഇവർ ചെയ്ത കൂട്ടബലാത്സംഗങ്ങളാണ്. ബജ്രംഗ് ദളിന്റെ നേതാവ് ഉൾപ്പെടെയാണല്ലോ കൂട്ടബലാത്സംഗം ചെയ്തു. അങ്ങനെ കൂട്ടബലാത്സംഗത്തിൽ പ്രതിയായിട്ടുള്ള ആൾക്കാരെ, അങ്ങനെ കൂട്ടബലാത്സംഗത്തിൽ പ്രതിയായിട്ടുള്ള ആൾക്കാർക്ക് CBIയുടെ പോലും എതിർപ്പിനെ മറികടന്ന് അവരെ തുറന്നുവിട്ട ഗവൺമെന്റ് ബലാത്സംഗികളുടെ ഗവൺമെന്റ് അല്ലാതെ എന്താ? ബലാത്സംഗികളുടെ ഗവൺമെന്റ് അല്ലാതെ എന്താ?
പാർട്ടിയാണ് ഈ നിങ്ങൾ രാജ്യത്തെ ബലാത്സംഗികളുടെ ഏറ്റവും വലിയ വക്താക്കന്മാരാണ്. വംശഹത്യ നിങ്ങളുടെ ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മാണത്തിന്റെ ഏറ്റവും വലിയ ആയുധമാണ് 1984 ബലാത്സംഗം. വീട് അത് ശ്യാമരാജിന് അറിയാൻ പാടില്ല. ശ്യാമരാജ് ചരിത്രം പഠിച്ചാൽ മതി. അതാ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഹിന്ദുത്വ തീവ്രവാദികളുടെ ശരി, രാജു പിതാർ ഉന്നയിക്കുന്ന ആരോപണം ഗുരുതരമായ ആരോപണമാണ്. അതിന് മറുപടി ഞാൻ താങ്കളിലേക്ക് എത്തും. രാജു പിതാർ ഒന്ന് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. സജ്ജൻ കുമാർ ഞാൻ പറയുന്നത് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേട്ടോളൂ. ഈ രാജു പിന്നാരുടെ എം പി ജയിലിടപ്പാണ് സിക്കുകാരെ ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേട്ടോ. ഹിന്ദുത്വ തീവ്രവാദികളുടെ താങ്കളെ പറ്റിയല്ല പറയുന്നത് ശ്യാമരെ, താങ്കളെ പറ്റി താങ്കളുടെ പാർട്ടിയെ പറ്റിയല്ല പറയുന്നത്. ഹിന്ദുത്വ തീവ്രവാദികളുടെ അല്ല ശ്യാമരെ, താങ്കളെ പറ്റി താങ്കളുടെ പാർട്ടിയെ പറ്റി അല്ല പറയുന്നത് രാജു പിന്നാർ. നിങ്ങൾ തീവ്രവാദിയാണോ? അല്ല താങ്കളെ പറ്റി താങ്കളുടെ പാർട്ടിയെ പറ്റി അല്ല രാജു പിന്നാർ പറയുന്നത്. നിങ്ങൾ തീവ്രവാദിയാണോ? ഗോഡ്സെ അനുകൂലികളെ പറ്റിയാ പറയുന്നത് രാജു പിന്നാർ. അല്ല ഗോഡ്സെ അനുകൂലികളെ പറ്റിയും സവർക്കറുകളെ പറ്റിയാ പറയുന്നത് രാജു പിന്നാർ. നിങ്ങളെ പറ്റിയല്ല പറയാൻ പറ്റില്ല. വ്യക്തികളെ കുറിച്ചിട്ട് പറയും. നിങ്ങൾ വ്യക്തികളെ കുറിച്ചിട്ട് പറയുന്നത് അങ്ങനെയെങ്കിൽ വ്യക്തികളെ കുറിച്ചിട്ട് നിങ്ങൾ പറയുന്നത് സജ്ജൻ കുമാർ നിൽക്കുന്ന സജ്ജൻ കുമാർ ഇവരുടെ എം പി ആയിരുന്നില്ല, ജയിലിൽ കിടക്കൂല, പാവപ്പെട്ട സിക്കുകാരെ കൊന്നുകളഞ്ഞിട്ട്. അയാളുടെ രാഷ്ട്രീയമല്ലേ ശ്യാമരാജ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എവിടെ കൊണ്ടുപോയത്? അയാളുടെ രാഷ്ട്രീയമല്ലേ ശ്യാമരാജ് ഡിഫെൻഡ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞെന്താ? നിങ്ങളെ എം പി ഹിന്ദുത്വ തീവ്രവാദികളുടെ ഹിന്ദു രാഷ്ട്ര നിർമ്മാണത്തിന്റെ ആയുധമാണ് ബലാത്സംഗം. ഈ രാജ്യത്ത് നിങ്ങളുടെ കാലഘട്ടത്തില് ഹിന്ദുത്വ തീവ്രവാദികളുടെ നിങ്ങളുടെ കാലഘട്ടത്തിൽ വർഗീയ കലാപങ്ങൾ എത്രയാ? അല്ല ശ്യാമരാജ് ഈ പറയുന്ന ടി ജി നന്ദകുമാർ എന്ന് പറഞ്ഞൊരു വഷളൻ. അല്ല ശ്യാമരാജ് ഒറ്റ മിനിറ്റ് ടി ജി എന്ന് പറയുന്ന ഒരു വഷളൻ. അയാൾ അഭിഭാഷകനാണ്. അയാളെന്തോ പഴയ എഞ്ചിനീയറാണ്. അയാൾ ബി ജെ പിക്ക് വേണ്ടി പണ്ട് ചർച്ചയ്ക്ക് വന്ന ആളാണ്. ബി ജെ പിയുടെ മുൻ ബൗദ്ധിക് സെൽ കൺവീനറാണ്. അയാൾ പറഞ്ഞ അങ്ങേയറ്റത്തെ വൃത്തികേട് അത് RS എത്ര തള്ളിപ്പറഞ്ഞാലും അതിന്റെ പാപക്കറ നിങ്ങളുടെ മുകളിൽ നിന്ന് മാറുമോ? ശ്യാമരാജ് ഈ രാജു പിന്നീട് അതാണ് ഐഡിയോളജിക്കലാണ് സംസാരിക്കുകയാണ്. കോൺഗ്രസ് തീവ്രവാദികളാണ് നിങ്ങൾ സംസാരിക്കാൻ എന്താ ഇത്? ശരിയാണ്. സവർക്കറിന്റെ പുസ്തകമുണ്ട്. അതിനകത്ത് ഈ പറയുന്ന എന്താണ് പെർവേർട്ടഡ് ഷിവൾറി എന്ന് പറഞ്ഞ തലക്കെട്ടുണ്ട്. ആ തലക്കെട്ടിൽ ഈ പറഞ്ഞ കല്യാൺ ഗവർണറുടെ മകളെ കൊണ്ടുവന്ന് വെറുതെ വിട്ടതിനകത്ത് സവർക്കറിന് ഭയങ്കര ഇഷ്ടക്കേട് കാണിക്കുന്നു. ഒക്കെ ശരിയാണ്. പക്ഷെ നമ്മളൊരു അത് വേറെ ഡിബേറ്റ് ടോപ്പിക്കാണ്. രാജു പിന്നാർ ഈ ടി ജി പറഞ്ഞ വഷളവർത്താനം വെച്ച് പറഞ്ഞ് മാത്രം പറഞ്ഞതല്ല. ഇന്നലെ പ്രിയങ്ക ഗാന്ധി സഭയിൽ പറഞ്ഞതാണ്. ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചൊഴിയുന്നു. പുതിയ വരുന്ന വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന ഒരു യുവതിയെ ബലാത്സംഗം ചെയ്ത് ഈ പറയുന്ന വ്യവസ്ഥയെ അവിടെ ഉപേക്ഷിക്കുന്നു. കൂടെയുള്ള 11 പേരെ കൊല്ലുന്നു. കൂടെയുള്ള കുഞ്ഞിനെ കാലവാരി ഈ പറഞ്ഞ പാറക്കല്ലടിച്ച് കൊന്നു കളഞ്ഞ പ്രതികൾക്ക് നല്ല നടപ്പെടുത്ത് പുറത്തോട്ട് വിട്ടപ്പോൾ അതിനെ അനുകൂലിച്ച ആളാണ് ഇന്ന് രാജു പിന്നാർ പറയുകയായിരുന്നു. പ്രിയങ്ക ഗാന്ധി പറയുകയായിരുന്നു. സത്യമാണ്. ഹാഷ്മി അങ്ങനെയല്ല അതിനകത്ത് കാര്യം അങ്ങനെയല്ല. അതായത് പാർലമെന്ററി കാര്യമന്ത്രിയായിരുന്ന അദ്ദേഹം ആ സമയത്ത് എന്താണ് കോടതിയുടെ നടപടി എന്ന് പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. ഹാഷ്മി ഒരു കാര്യം, ഒരു ചർച്ചയ്ക്ക് എത്രമാത്രമാണെങ്കിലും രാഷ്ട്രീയം പറയാൻ വേണ്ടി തയ്യാറാണ്. ഒരു ചർച്ചയ്ക്ക് എത്രമാത്രമാണെങ്കിലും ഐഡിയോളജി പറയാൻ വേണ്ടി തയ്യാറാണ്. പക്ഷേ ഇമ്മാതിരി നോക്കി ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വർഗീയ കലാപങ്ങൾ നടന്നിട്ടുള്ള കോൺഗ്രസിന്റെ കാലഘട്ടത്തിലാണ്. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വംശീയ കൂട്ടക്കൊല നടന്നിട്ടുള്ള സിഖ് വിരുദ്ധ കലാപം നടക്കുന്നത് കോൺഗ്രസിന്റെ കാലഘട്ടത്തിലാണ്. സിഖുകാരുടെ വീടിന് എസുന്ന നമ്പരും മാർക്ക് വിട്ടിട്ട് ഇവർ വോട്ടർ പട്ടിക വെച്ചിട്ട് ആൾക്കാരെ സിഖുകാരെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. കഴുത്തിൽ ടയറിട്ടിട്ട് കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത്രമാത്രം കൊലപാതകം ചെയ്തിട്ടുള്ള വംശീയ കലാപം നടത്തിയിട്ടുള്ള ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സമരം ചെയ്തപ്പോൾ വെടിവെച്ച് കൊന്നിട്ടുള്ള 1966 വെടിവെച്ച് ഡൽഹി സമരത്തിൽ വെടിവെച്ച് വന്നാണ് സമരക്കാരെ. 94 മധ്യപ്രദേശിൽ വെടിവെച്ച് വന്നാണ് ദിഗ്വിജയ് സിംഗിന്റെ സർക്കാർ കർഷകരെ. അങ്ങനെയുള്ള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് വന്നിരുന്നിട്ട് അയാൾക്ക് വായി തോന്നിയെല്ലാം വിളിച്ചു പറയുമ്പോഴത്തേക്ക് അതിനുള്ള ലൈസൻസ് കൊടുത്തിട്ട് ഹാഷ്മി കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ തോന്നുന്നതല്ല ഞങ്ങളുടെ ഐഡിയോളജിയും വിളിച്ചു പറയാമെന്ന് നടക്കൂല ഹാഷ്മി. ഇങ്ങനെയുള്ള ചർച്ചകൾക്ക് ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല. മാന്യതയ്ക്ക് നിരക്കാത്ത മര്യാദയ്ക്ക് നിരക്കാത്ത ചർച്ചകൾ ഞാൻ ബഹിഷ്കരിക്കുന്നു. രാജു പി നായർ പറഞ്ഞത് ഗോഡ്സെ, രാജു പി നായർ പറഞ്ഞത് തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പറ്റിയാണ്. അങ്ങേ പറ്റി അല്ല, അങ്ങയുടെ രാഷ്ട്രീയത്തെ പറ്റി അല്ല. രാമരാജ് പിണങ്ങി പോലെ രാമരാജ് പിണങ്ങി പോലെ പോയി. താങ്കൾ ശ്യാമരാജിന്റെ രാഷ്ട്രീയത്തെ കളിയാക്കി എന്നാണ് പറയുന്നത്. സ്വന്തം ചരിത്രം അറിയാത്തവർ, ഞാൻ ചോദിക്കട്ടെ, സ്വന്തം ചരിത്രം അറിയാത്തവർ ഇത്തരത്തിൽ വന്ന് ചർച്ചയിൽ പങ്കെടുക്കരുത്. സ്വന്തം ചരിത്രം പഠിക്കണം. അത് അവർക്ക് എന്താ വെച്ചാൽ ഇവർക്ക് വലിയ ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട്. വി ഡി സവർക്കർ ഇവർ RSS ആയിട്ട് അംഗീകരിക്കുന്നില്ല എന്ന് പറയും.
പക്ഷെ സവർക്കറിന്റെ മുഴുവൻ ചിന്താധാരയും കൊണ്ട് നടക്കും, തലയിൽ കൊണ്ട് നടക്കും. ടി.ജി. മോഹൻദാസിനെ ഇവർ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ RSSന്റെ ഭാഗമായിട്ടുള്ള ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ആൾക്കാർ, അവർക്ക് തട്ടുള്ള ഏറ്റവും കൂടുതൽ RSS പ്രൊമോട്ട് ചെയ്യുന്നവർ അറിയാലോ, ഈ ശശികലയും RV ബാബു ഒക്കെ ഉണ്ടാക്കുന്ന വർഗീയ വിഷയം എത്രമാത്രമാണ് ഇവരെ ഏറ്റെടുക്കുന്നത്. ഇവരെന്നിട്ട് എന്ത് പറയും, നോർമലൈസ് ചെയ്യും. ഇത് ഇവർ കാണിക്കുന്ന ഡബിൾ ഗെയിമാണ്. ഞാൻ സൂചിപ്പിച്ചത് ചരിത്രത്തിൽ സവർക്കർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ 1963 അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന റേപ്പ് ഒരു പൊളിറ്റിക്കൽ ടൂളായിട്ട് ഉപയോഗിക്കുന്നതിന് മാത്രമല്ല, ഈ സമീപകാലത്ത് രാജ്യത്ത് നടന്നിട്ടുള്ള അക്രമങ്ങളിൽ, കലാപങ്ങളിൽ ഇതിലെല്ലാവരും സ്ത്രീകളെ രക്ഷപ്പെട്ടാണ്. ബിൽക്കിസ് ബാനു കേസ് എന്താണെന്ന് പഠിക്കണ്ടേ? ഇന്ന് പ്രത്യേക ഒരു പ്രാധാന്യമുണ്ടല്ലോ. ആ ബിൽക്കിസ് ബാനു കേസിൽ അവരെ വിട്ടയക്കുന്നതിന് വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഈ കേന്ദ്ര സർക്കാർ അത്തരത്തിൽ നിലപാടെടുത്തു? ആ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെ സാധൂകരിച്ച ഒരാൾ ഇന്ന് ഏറ്റവും അധികം പെൺകുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ മേഖലയുടെ മന്ത്രിയായി മാറുകയാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർ ഉന്നയിക്കുന്ന ആരോപണത്തിനപ്പുറം എൻ്റെ അഭ്യർത്ഥന, ബഹുമാനപ്പെട്ട ഹാഷ്മിയോട് എൻ്റെ അഭ്യർത്ഥന, ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ റെക്കോർഡ് ചെയ്തതിൽ ഒരു കുട്ടി പറയുന്ന വാക്ക് കേൾപ്പിക്കണം. അവർ ചോദിക്കുകയാണ്, ഇത്തരത്തിൽ ഒരു റേപ്പിനെ ന്യായീകരിച്ച ഒരാളെ ഞങ്ങൾ എങ്ങനെ ട്രസ്റ്റ് ചെയ്യുന്നു? ഒരു ജെൻസി കുട്ടി ഈ കഴിഞ്ഞ ദിവസം നടന്ന സംവാദ പരിപാടിയിൽ ചോദിച്ച് എടുത്ത് കേൾപ്പിച്ചു കൊടുക്ക് ഇവരോട്. അപ്പം ഇവർക്കാവശ്യം അത് തന്നെയാണ്. ഇവർക്കാവശ്യം ഹിന്ദുത്വ തീവ്രവാദ, ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയം പറയാൻ പറയുന്ന മനുഷ്യനെ അപമാനിക്കുന്ന, അധിക്ഷേപിക്കുന്ന, ലൈംഗികമായി വരെ അവരെ അധിക്ഷേപിക്കുന്ന ആൾക്കാരെ ഇവരെ പ്രൊമോട്ട് ചെയ്യും. ഈ പോലീസ് മോഹൻദാസിന്റെ വർത്തമാനം കേട്ട എന്താണ് മോഹൻദാസ് അത് വളരെ കൂളായി പറയണം. ഏതെങ്കിലും തരത്തിൽ സംശയമായിട്ടോ ഏതെങ്കിലും തരത്തിൽ കൺഫ്യൂഷനോടോ ഒന്നുമല്ല, വളരെ കൂളായി പറയാണ്. അവർ റേപ്പ് ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ്, കൂട്ടമായി റേപ്പ് ചെയ്താൽ അവർ പരാതി പറയില്ല എന്നൊക്കെ ചിരിക്കുകയാണ്. എന്നിട്ട് ശ്രീ പ്രശാന്ത് പത്മനാഭൻ അങ്ങനെയൊക്കെ ഇപ്പോൾ ഇതിപ്പോൾ ഉള്ളിൽ അങ്ങനെയൊക്കെ കരുതുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ അധമ ചിന്തകൾ കൊണ്ടു നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അതൊരു ജനാധിപത്യ സമൂഹത്തിൽ കേരളം പോലും സംസ്ഥാനത്ത് നിന്ന് പുറത്തു പറയുന്നെങ്കിൽ ആ നാവിന് പൂട്ടിടണം. കാര്യം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെയും ഇതുള്ളിലുള്ള ആൾക്കാർക്ക് പുറത്ത് ഈ വിഷം തുപ്പാനുള്ള പ്രേരണയാവും. തൂക്കി അകത്തിടണം. പ്രശാന്ത് പത്മനാഭൻ. തീർച്ചയായിട്ടും നമ്മളെ ക്രിമിനൽ ലോ ആർക്ക് വേണമെങ്കിലും അത് ചലിപ്പിക്കാമെന്ന് പറയും. എനിവൺ ക്യാൻ സെറ്റ് ദി ക്രിമിനൽ ലോ ഇൻ മോഷൻ. ഒരു FIR ഫയൽ ചെയ്യുക, ഇതുപോലെ കോഗ്നൈസബിൾ ആയിട്ടുള്ള ഒഫൻസ്, അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കുറ്റം ചെയ്യാൻ പ്രേരണ നൽകുന്ന രീതിയിൽ ആരെങ്കിലും സംസാരിക്കുകയോ ആ രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ വെറുപ്പുണ്ടാക്കുന്ന രീതിയിൽ ആരോടെങ്കിലും വയലൻസ് അല്ലെങ്കിൽ അതിൽ പ്രത്യേകമായിട്ട് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ത്രട്ടൺ ചെയ്യുന്ന രീതിയിലൊക്കെയുള്ള സംസാരത്തിന് തീർച്ചയായിട്ടും നിയമത്തിൽ അതിന് തക്കതായിട്ടുള്ള ശിക്ഷയുണ്ട്. അതിൽ ആർക്ക് വേണമെങ്കിലും പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം. പോലീസ് മെഷീനറി ഉണർന്ന് പ്രവർത്തിക്കും. ഇതിപ്പോ ഞാൻ ഒരു വ്യക്തിയെ പറ്റി ഞാൻ ജനറൽ ആയിട്ട് പറയാം. ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് സമൂഹത്തില് ഈ വെറുപ്പിന്റെയും വിഘടനത്തിന്റെയും ഒക്കെ ഈ വെറുപ്പ് വിതയ്ക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഒരാള് എവിടെയോ അമ്പലങ്ങളിൽ ആഘോഷം നടക്കുമ്പോൾ അവിടെ വെറുപ്പ് വിതയ്ക്കണം എന്ന് പറയുന്ന ഒരാൾക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള പോലീസ് ആക്ഷൻ വന്നിരുന്നു. അതുപോലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ, ഇപ്പൊ ഈ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് അവിടെ പോയത്. അത് മാത്രമല്ല, ഗവൺമെന്റ് പോലും തിരിച്ചറിഞ്ഞ ഒരു കാര്യം, അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പല മാതാപിതാക്കളുടെയും ഈ ട്രഡീഷണൽ ആയിട്ട് BJPക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകളുടെ മക്കളൊക്കെയാണ് പോയിട്ട് അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്തത്. അപ്പൊ ഗവൺമെന്റിന് തിരിച്ചറിവുണ്ടായി അവിടെ വീഴ്ച വന്നിട്ടുണ്ടെന്നുള്ളതും വോട്ട് ബാങ്ക് ചോർന്നു പോകുന്നുണ്ടെന്നുള്ളതും പരമ്പരാഗതമായിട്ട് തങ്ങൾക്കൊപ്പം നിന്ന ആൾക്കാരുടെ തന്നെ അടുത്ത തലമുറ എതിരാണെന്നുള്ള ബോധം വന്നിട്ട് പോലും അത് തിരിച്ചറിയാത്ത ഒരു പഴഞ്ചൻ തലമുറയിൽപ്പെട്ട ഒരാളുടെ എന്തോ ജൽപ്പനങ്ങൾ എന്ന് പറഞ്ഞ് അത് അവോയ്ഡ് ചെയ്യുന്നതും കഴിവതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഒരു ഇതിനകത്ത് വേറൊരു കാര്യം, നേരത്തെ ശ്യാംരാജ് പിണങ്ങിപ്പോയപ്പോൾ താങ്കൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിൽ നിയമത്തിലൊരു വാക്കുണ്ട്, നോസിറ്റർ അസോസിയസ് എന്ന് പറയും. അതായത് ഒരു ആള് ആരുടെ കമ്പനിയിലാണെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അയാളെ തിരിച്ചറിയാൻ പറ്റുമെന്ന് പറയും. പണ്ട് 2018 ജയന്ത് സിൻഹ ഇതുപോലെ തന്നെ ഒരു കൊലപാതക കുറ്റത്തിൽ ശിക്ഷിക്കപ്പെട്ട ആളുകള് ബെയിൽ കിട്ടി പുറത്തു വന്നപ്പോൾ അവർക്ക് പോയി മാലയിട്ടു. അദ്ദേഹം ശ്രീ മോദി ഗവൺമെന്റിലെ ഒരു മന്ത്രിയായിരുന്നു, സഹമന്ത്രിയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ രണ്ടാമത്തെ റീഷഫിൾ വന്നപ്പോൾ മന്ത്രിയായില്ല ജയന്ത് സിൻഹ. വേറെ മായ കൊതനാനി എന്ന് പറയുന്ന ഒരു മന്ത്രി നരേന്ദ്രമോദി ചീഫ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു. അവരെ 28 വർഷമാണ് SIT സ്പെഷ്യൽ കോടതി ഗുജറാത്ത് റൈറ്റില് ശിക്ഷിച്ചത് ഈ കൊലപാതക കുറ്റത്തില്. പക്ഷെ പിന്നീട് ഹൈക്കോടതി വന്നപ്പോൾ ഈ സംശയാതീതമായിട്ട് തെളിയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് വെളിയിൽ വിട്ടു. അവരും മന്ത്രിയായിരുന്നു. അതുപോലെ ധർമ്മേന്ദ്ര പ്രധാൻ ഇതുപോലെ തന്നെ പാർലമെന്റിൽ വന്നപ്പോൾ എല്ലാവരും കൂടി സ്വീകരിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ കുറ്റകൃത്യം ഇതെല്ലാവരും കൂടെ ഞങ്ങൾ അതെന്തോ ആഘോഷിക്കുന്ന പോലെ ഒരു പാട്രിയാർക്കിയുടെ ഒരു വലിയ ഫോമാണത്. ഇത് പ്രാകൃതമായിട്ടുള്ള ആചാരമാണ്. അതിപ്പോ ഞാൻ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടേതോ ഇതിന്റെ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും
പ്രാകൃതമായിട്ടുണ്ട്. പണ്ടുണ്ടായിരുന്ന ഒരു ഇതാണ്, ഈ ശത്രുവിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ രാജാവിന്റെ ഭാര്യയെ സ്വന്തം ഇതാക്കി മാറ്റുക, റേപ്പ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ടൂൾ ആയിട്ട് ഉപയോഗിക്കുക. ഇതൊക്കെ പ്രാകൃതമായിട്ടുള്ള ഒരു രീതിയുടെ ഇതിന്റെ വ്യക്തിവൈരാഗ്യത്തിന്റെ അതിന്റെയൊക്കെ അതിന് അന്തർധാന അതിലുണ്ടോ എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ RML ആശുപത്രിയിൽ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്ന ആ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയുടെ വീട്ടുകാർ BJP കാരാണ് എന്ന് പറഞ്ഞാൽ വളരെ സജീവ BJP കാരാണ്. എന്താ ഡൽഹി കാണാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോയതാണ് ആ കുട്ടി പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ. അങ്ങനെ എത്ര BJP കാർ മക്കൾക്ക് തല്ലുകൊണ്ടു അവിടെ.